സിലിണ്ടറുകൾക്കായി ജനങ്ങളുടെ നെട്ടോട്ടം. ഓൺലൈൻ ബുക്കിംഗ് തടസ്സപ്പെട്ടതോടെയാണ് പലർക്കും സിലിണ്ടർ കിട്ടാത്ത സാഹചര്യമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ തീരുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മയവില്ലാതെ തുടരുന്നു. ഇറാനെതിരെ ഇസ്രയേലും യുഎസും ആരംഭിച്ച യുദ്ധത്തിൽ ഇറാൻ സമാധാന ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇസ്രയേലോ അമേരിക്കയോ തയ്യാറാകാനുള്ള സാധ്യത വിദൂരമാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. യുദ്ധത്തിനിടെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് ആക്രമിച്ചതാണ് ഇന്ന് ലോകമെങ്ങും പെട്രോളിനും പാചകവാതകത്തിനും ക്ഷാമമുണ്ടാക്കിയത്. ഇന്ത്യയുടെ LPG വിതരണത്തിന്റെ 85% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് കടന്നുവരുന്നത്. ഈ വഴി അടഞ്ഞതോടെയാണ് പ്രതിസന്ധി അതിരൂക്ഷമാക്കിയത്. പാചകവാതക ക്ഷാമം ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പുറത്തുവരുന്ന വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കാജനകമാണ്. അടുത്തിടെ പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചതോടെ സാധാരണ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭാരം കൂടിയിരിക്കുകയാണ്. പോരാത്തതിന് ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാചകവാതക ക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഗാർഹിക കണക്ഷനുകളുടെ ബുക്കിംഗ് ഇടവേള 27 ദിവസമായി പരിമിതപ്പെടുത്തിയതും സ്ഥിതിഗതികളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിലും നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി മുതൽ ഒരു സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് 21 ദിവസം കൂടുമ്പോൾ മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. 2 സിലിണ്ടറുകൾ ഉള്ളവർക്ക് ഇത് 30 ദിവസമാണ്. നിലവിൽ 2 ദിവസം കൊണ്ട് സിലിണ്ടർ തീർന്നാൽ ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്ന സാഹചര്യമാണ് ഇതോടെ ഇല്ലാതായത്. യുദ്ധ സാഹചര്യവും ആഗോള പ്രതിസന്ധികളും ചൂണ്ടിക്കാട്ടി മാറ്റം വരുത്തുമ്പോൾ തീരാ ദുരിതത്തിലാകുന്നത് വറുതിയിൽ കഴിയുന്ന സാധാരണക്കാരുടെ അടുക്കളയാണ്. തടസ്സങ്ങൾക്കിടയിൽ നിരവധി വീടുകളും ചെറിയ അടുക്കളകളും ദൈനംദിന പാചകത്തിന് പകരമായി ഇൻഡക്ഷൻ കുക്കറിലേക്ക് തിരിയുകയാണ്. ഇത് പാചകവാതക വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ സാധാരണ കുടുംബങ്ങളെ വൈദ്യുത പാചക സംവിധാനങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നതായുള്ള സൂചനകളാണ് പറയുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാജ്യത്തെ പല നഗരങ്ങളിലും പാചകവാത സിലിണ്ടറുകൾ ബുക്ക് ചെയ്താലും കൃത്യസമയത്ത് ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത്. പ്രധാനമായും വിതരണ ശൃംഖലയിലെ സാങ്കേതിക തടസ്സങ്ങളും ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഗതാഗത കുരുക്കുകളുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഓൺലൈനിൽ പാചകവാതകം ബുക്ക് ചെയ്യാനുള്ള അവസരം നിയന്ത്രിച്ചിരിക്കുകയാണ് കമ്പനികൾ. നിശ്ചിത ദിവസം പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കാലാവധി പൂർത്തിയാക്കിയവർ ബുക്ക് ചെയ്താലും കൃത്യമായി വിതരണം ചെയ്യാനും ഏജൻസിക്ക് കഴിയുന്നില്ല എന്നാണ് പരാതികൾ ഉയരുന്നത്. പാചകവാതക ക്ഷാമം ശക്തിപ്പെട്ടതോടെ സിലിണ്ടറുകൾക്കായി ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. ഗ്യാസ് ഏജൻസികൾക്ക് മുമ്പിൽ രാവിലെ തന്നെ വലിയ ക്യൂ തന്നെയാണ് കാണുന്നത്. മണിക്കൂറോളമാണ് ഇവർ വരി നിൽക്കുന്നത്. എന്നാലും സിലിണ്ടർ വാങ്ങാൻ സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി പ്രധാനപ്പെട്ട ഏജൻസികളിലെല്ലാം സമാനമായ അവസ്ഥയാണ്. ശനിയാഴ്ച മുതൽ ഓൺലൈൻ ബുക്കിംഗ് തടസ്സപ്പെട്ടതോടെയാണ് പലർക്കും സിലിണ്ടർ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ ബുക്കിംഗ് സജീവമായതോടെ ഓൺലൈൻ സൈറ്റ് മിക്കപ്പോഴും നിർജീവമാണ്. തിരക്ക് അധികമായതുകൊണ്ടാണ് ഇത്തരമൊരു പ്രശ്നം. ഏജൻസികളിൽ നേരിട്ടെത്തുമ്പോൾ മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം സിലിണ്ടർ നൽകുന്നതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ ബുക്ക് ചെയ്തിട്ടും സിലിണ്ടർ കിട്ടാത്തതിനാൽ പലയിടത്തും തർക്കം രൂക്ഷമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.